ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തു പറയണു, ഇലക്ഷൻ ചൂടലാണ്, വെയിലും നന്നായിട്ട് ചൂടുണ്ട്. എത്രത്തോളം ഉണ്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്? വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള, വളരെ പ്രതീക്ഷ നൽകുന്ന, വളരെ വിശ്വാസം നൽകുന്ന അന്തരീക്ഷത്തിലാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൻ്റെ ചൂട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് മുന്നേറാൻ തക്കവണ്ണമുള്ള കുളിർമയുള്ള പ്രതീക്ഷകൾ നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രചരണ സമയത്ത് വീടുകളിൽ ചെല്ലുമ്പോൾ ഈ വികസനമില്ലായ്മ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ, അതോ വികസനം മാത്രമാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ. കഴിഞ്ഞ 5 വർഷം ഷൊർണൂർ മണ്ഡലത്തിന് നഷ്ടപ്പെട്ട 5 വർഷങ്ങളാണ് എന്നൊരു പൊതുവികാരം ഈ മണ്ഡലത്തിലുടനീളമുണ്ട്. അത് ഞാൻ പറയുന്നത് BJPക്കാരുടെയോ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെയോ മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവികളിൽ പോലും, കോൺഗ്രസ് അനുഭാവികളിൽ, ഇടതുപക്ഷ അനുഭാവികളിൽ, പാർട്ടി കേഡർമാരിൽ പോലും മറ്റ് മണ്ഡലങ്ങളിൽ നടന്നതിന് സമാനമായിട്ടുള്ളൊരു വികസനം ഷൊർണൂരിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ള ചുറ്റുവട്ടത്ത് കിടക്കുന്ന മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു MLA, സഭയിൽ സംസാരിക്കുന്ന, മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ഉറക്കെ ലൗഡായി നിൽക്കുന്ന, വളരെ വിസിബിളായ, വളരെ ആക്റ്റീവായ, വൈബ്രൻ്റായ അങ്ങനെ ഒരു MLA ഉണ്ടായില്ല. 5 വർഷത്തോളം വളരെ ഡള്ളായിരുന്നു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എന്നൊരു വികാരം പൊതുവിലുണ്ട്. ഷൊർണൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പൊതുവിൽ 2011 മുതൽ പരാജയമാണെന്നാണ് അങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് പബ്ലിക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൾസിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 2011 മുതൽ തുടർച്ചയായിട്ട് ഷൊർണൂർ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെയാണ്. ഈ മണ്ഡലം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 2008 ഡിലിമിറ്റേഷന് ശേഷം മണ്ഡലം വന്നതിന് ശേഷം തുടർച്ചയായിട്ട്, പക്ഷേ ഈ പറയുന്ന 15 വർഷത്തിനിടയിൽ എന്തെങ്കിലും പറയത്തക്ക വലിയൊരു മുന്നേറ്റമോ വലിയൊരു കുതിപ്പോ ഭാവിയെ കരുതിയിട്ടുള്ള, ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പദ്ധതികൾക്ക് വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിൽ, കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ വലിയ സാധ്യതകളുള്ളതാണ്. അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ എൻ്റെ മാനിഫെസ്റ്റോയിലൂടെ പറയുന്നുണ്ട്. അതൊന്നും അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും പഠിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പ്രപ്പോസലുകളോ പ്രോജക്റ്റുകളോ കൊടുക്കുകയോ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്ന എത്രയോ വലിയ പ്രോജക്റ്റുകൾക്കുള്ള ആ ഫണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിലയ്ക്കുള്ള പ്രയത്നം നടത്തുകയോ ഒന്നും ചെയ്യാതെ വളരെ താൽക്കാലികവും വളരെ ക്ഷണികവുമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടതിൻ്റെ ഒരു വലിയ ദോഷം ശരിക്കൊരു കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ വലിയൊരു നഗരമായി വികസിക്കാനുള്ള എല്ലാ ക്ഷമതയും എല്ലാ ശേഷിയും ഉണ്ടായിരുന്ന ഷൊർണൂരിൻ്റെ അർഹിക്കുന്ന കുതിപ്പിനെ തടയുകയാണ് ഇവരെല്ലാവരും കൂടി ചെയ്തത് എന്നൊരു വികാരം പൊതുവിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ സംബന്ധിച്ച് വലിയ വിരുദ്ധ വികാരമുണ്ട്. ഈ ഷൊർണൂർ മണ്ഡലത്തിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തെയോ പ്രതിനിധിയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും സ്വാഭാവിക ഗുണഭോക്താവാകാൻ UDFന് സാധിക്കുന്നില്ല, പ്രധാന പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ CJP ആണ്. അതായത് BJPയും CPMൻ്റെ ഒരു കൂട്ടുകെട്ടിലാണ് ഇവിടെ വോട്ട് കച്ചവടം നടക്കുക എന്നാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അതിനെന്താണ് പറയുന്നത്? അതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഇവിടെ പറഞ്ഞതല്ല, നമുക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസിനോട് ഏറ്റവും വലിയ മത്സരം നടത്തിയത് BJPയാണ്. BJPക്ക് 2ാം സ്ഥാനം ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ട്. BJPയെ പോലെ ഇവിടെ ഷൊർണൂർ മണ്ഡലത്തിൽ കുതിപ്പ് നടത്തിയിട്ടുള്ള വേറെ ഏത് പാർട്ടികളിൽ, ബാക്കി എല്ലാ പാർട്ടികളുടെയും വോട്ട് നില താഴേക്കാണ് വന്നിട്ടുള്ളത്. BJPക്ക് ഇവിടെ 2011 10,000 വോട്ടാണ്, 2016 ആകുമ്പോൾ 28,000 വോട്ടാണ്, 2021 ആകുമ്പോഴേക്കും എത്രയാണ് 37,000-അടുത്ത് വോട്ടുകൾ വന്നു. അവിടെ BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 750 മാത്രമാണ്. അപ്പോൾ BJP മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വോട്ട് വിഹിതം വല്ലാണ്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയാണ്. കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വോട്ടുകൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡീല്, അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രോസ് വോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസും CPMും തമ്മിലാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതവർ പരസ്യമായി തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നേമത്ത് BJPയുടെ MLA ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ K. മുരളീധരൻ അവിടെ പോയി ചാവേറായത്, ശിവൻകുട്ടിയെ ജയിപ്പിച്ചത്. വട്ടിയൂർക്കാവിൽ TNC മത്സരിച്ച സമയത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ CPMന് കൊടുത്തിട്ടുണ്ട് എന്ന് ഇതേ K. മുരളീധരൻ മുന്നേ സമ്മതിച്ചിട്ടുണ്ട്. പാലക്കാട് ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ ഉൾപ്പെടെയുള്ള കേഡർ വോട്ടുകൾ ഷാഫി പറമ്പിൽ മറച്ചു കൊടുത്തിട്ടാണ് കേരളത്തിൻ്റെ മെട്രോമാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്രോസ് വോട്ടിംഗ് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ തുടർച്ചയായി ചെയ്യുന്നതാണ്. ഈ 2 കൂട്ടരെയും ഒന്നിച്ച് എതിർത്ത് ഇവരെക്കാൾ കൂടുതൽ വോട്ട് മേടിച്ചിട്ടാണ് BJP ജയിക്കുന്നത്. അങ്ങനെ പോലും BJPയുടെ വളർച്ചയെ തടയാൻ കഴിയാതെ വരുമ്പോൾ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം മാത്രമാണ് ഈ ഡീലും മറ്റുമൊക്കെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിർത്തിയത് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, സന്ദീപ് വാര്യയായിരുന്നു. ഇന്ന് അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തേടി UDFിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം വോട്ട് തേടി ഒരു BJP സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ ആളുകൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു സംശയം ഉണ്ടാവില്ലേ എപ്പോഴും?
അങ്ങനെയില്ലല്ലോ. ഓരോ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാവാം. ഒരാൾ തെറ്റായി പോയി എന്നതുകൊണ്ട് രാഷ്ട്രീയക്കാരെ മുഴുവൻ പിന്നീട് സംശയത്തോടുകൂടി കാണുക എന്ന് പറയുന്നത് ഒരു നല്ല സമീപനമാണെന്ന് തോന്നുന്നില്ല. നമുക്ക് സന്ദീപ് വാര്യർ എന്താ പറയുക, ഒരു വളരെ കൂടുതൽ ആളുകൾ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ കാര്യത്തിൽ പലർക്കും നിരാശയുണ്ടാവും, വലിയ സങ്കടം ഉണ്ടാവാം എന്ന് കരുതിയിട്ട് ഇതാണ് ഒരു പൊതു മാതൃക എന്ന് ധരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാൻ എപ്പോഴും പറയുന്നത്, ചില രാഷ്ട്രീയ നേതാക്കന്മാർ മാതൃകയായി മാറും, ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഗുണപാഠമായി മാറും. ഇതൊരു ഗുണപാഠമായിട്ടാണ് എടുക്കേണ്ടത്. ഇത്തരത്തിൽ അതിമോഹം ആപത്താണ് എന്നുള്ള കഥ ഗുണപാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഒരു നല്ല മാതൃകയായിട്ടൊരു ഉദാഹരണമായിട്ട് എടുക്കാവുന്നൊരു സംഗതിയാണത്. ഒരു മാതൃകയായിട്ട് എടുക്കാം. അല്ല, ഞാൻ പറയുന്നത് സന്ദീപ് വാര്യരുടെ കാര്യം ഒരു അബറേഷനാണ്. സന്ദീപ് വാര്യരുടെ കാര്യം നമുക്ക് ഒരിക്കലും ഇതാണ് ഒരു ശരിയായിട്ടുള്ള രീതി എന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാവുന്ന രീതിയല്ല. സന്ദീപ് വാര്യർ എന്തെങ്കിലും ആശയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലല്ല പാർട്ടിയിൽ നിന്ന് പോകുന്നത്. പാർട്ടിയോടുള്ള ആശയപരമായിട്ടുള്ള എന്തെങ്കിലും എതിർപ്പിൻ്റെ പേരിലല്ല. അദ്ദേഹത്തിന് പാലക്കാട് ഇലക്ഷൻ കൺവെൻഷൻ്റെ വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. ആദ്യം ഇറങ്ങി പോകുന്നത് ആ പ്രശ്നത്തിൻ്റെ പേരിലാണ്. ആദ്യം അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിനെതിരെ മാത്രമാണ്. അന്ന് നേതൃത്വത്തിനെതിരെയോ പാർട്ടിക്കെതിരെയോ ഒന്നുമില്ല. പിന്നീട് ആ ആരോപണം വർദ്ധിച്ച് അവസാനം പാർട്ടിക്കുള്ളിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം വരുന്ന സമയത്താണ് അദ്ദേഹം പാർട്ടിയെ തള്ളി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ നരേന്ദ്രമോദിയെ തള്ളി പറയുന്നു, പിന്നീട് സംഘത്തെ തള്ളി പറയുന്നു, പിന്നീട് അത്രയും കാലം പറഞ്ഞതിനെ മുഴുവൻ തള്ളി പറയുന്നു. അപ്പോൾ ഒരാൾ ഒരു സുരക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയ ലാവണത്തിൽ എത്തിപ്പെടാൻ വേണ്ടി അത്രയും കാലം താൻ പിന്തുടർന്നതും പിൻപറ്റിയതുമായിട്ടുള്ള എല്ലാ ആദർശങ്ങളെയും തള്ളി പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്നാണ് കാണിക്കുന്നത്. ആ മനുഷ്യനെയാണ് അത് തുറന്നു കാണിക്കുന്നത്. അതല്ലാതെ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക പ്രതിരോധത്തിലാവേണ്ട യാതൊരു ആവശ്യവും ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷൊർണൂരിൽ കഴിഞ്ഞ 2 ടൈമിലായിട്ട് ബി ജെ പിയുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഇത്തവണ അതൊരു വിജയക്കൊടി പാറിപ്പിക്കാനുള്ളൊരു പരിപാടി തന്നെയാണ്. തീർച്ചയായിട്ടും അതെ, അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ്, ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രചരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസവും ഞങ്ങൾക്ക് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതീതി, അതായത് ഇടതുപക്ഷത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ളൊരു വികാരം ഈ മണ്ഡലത്തിലുണ്ട്. LDFിനെതിരായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ആ ഫീലിങ്ങിൻ്റെ ഗുണഭോക്താവാൻ പോകുന്ന UDF അല്ല. കാരണം UDFന് അതിനുള്ള ശക്തിയില്ല. UDFന് ഇവരെ തോൽപ്പിക്കാനോ ഇവരെ മറിച്ചിടാനുള്ള ശേഷിയില്ല. മാത്രമല്ല UDFിനുള്ളിൽ തന്നെ ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആഗ്രഹിച്ചിട്ടുള്ള ആളുകളോ പ്രതീക്ഷിച്ചിട്ടുള്ള ആളുകളോ അല്ല അവരുടെ സ്ഥാനാർത്ഥിയായത്. ഒറ്റപ്പാലത്ത് നിന്നിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് വന്നത്. അദ്ദേഹം തന്നെ ആ കാര്യത്തിൽ അത്ര സന്തുഷ്ടനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ ഞാൻ ഒറ്റപ്പാലമാണ് ആഗ്രഹിച്ചത്, പിന്നെ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു കോംപ്രമൈസാണ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അവരുടെ റാങ്ക് ആൻഡ് ഫയലിനുള്ളിൽ ഈ കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ കാണുന്നുണ്ട്. സംഘടനാ പ്രവർത്തനം നമുക്കിപ്പോൾ പൊതുവിൽ മണ്ഡലത്തിൽ അവർ സൃഷ്ടിക്കുന്ന ഒരു ഓളവും അനക്കവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൻറ്റി ഇൻക്യൂബൻസിയുടെ ഗുണഭോക്താവാകാൻ പോകുന്നത് ഈ മണ്ഡലത്തിൽ BJP ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. വലിയ ആവേശത്തിൽ തന്നെ പ്രചരണം നടക്കട്ടെ. ഈ കനത്ത ചൂടിലും ആളുകൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതെ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 50-ലേറെ വീടുകളിലായി ഞങ്ങൾ എത്തുന്നു. എല്ലാ വീട്ടിൽ നിന്നും നല്ല സ്വീകരണമാണ്, വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ്. ഞാൻ പറയായിരുന്നു എല്ലാ വീട്ടിൽ നിന്നും വെള്ളം കുടിക്കാണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ ചൂട് കാരണം വെള്ളം തരുമ്പോൾ വേണ്ടെന്ന് പറയാനും വയ്യ. കുടിച്ച് വയറ് തീർത്തിട്ട് സ്നേഹം കൊണ്ടുള്ള വെള്ളമാണ്. തീർച്ചയായിട്ടും അതെ, ഷൊർണൂരിൻ്റെ സ്നേഹമാണ്. അതിനോട് നോ പറയാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ സ്നേഹം മുറുകെ പിടിച്ച് ഷൊർണൂർ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഷൊർണൂർ തന്നെ ഉണ്ടാവും. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്നൊരു ഉത്തരവാദിത്തമാണിത്. ഞാൻ പറഞ്ഞില്ല, ഷൊർണൂർ ഒരുപാട് വികസനം അർഹിക്കുന്ന ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കുറച്ചുകൂടി ദീർഘവീക്ഷണമുള്ള, ഭാവിയെപ്പറ്റി ഒരു വീക്ഷണമുള്ള, കുറച്ചുകൂടി വിഷണറി ആയിട്ടുള്ള പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രൊപ്പോസലുകൾ തയ്യാറാക്കി അത് കേന്ദ്രത്തിൽ സമർപ്പിച്ച് അവിടെ നിന്ന് ഫണ്ടുകൾ വരുത്തി ആ പ്രോജക്റ്റുകൾ നടപ്പാക്കിയെടുക്കാൻ ശേഷിയുള്ളൊരു സ്ഥലമാണ്. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടണം എന്ന് എനിക്ക് വലിയ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും 5 വർഷം ഞാൻ ഷൊർണൂരിൽ തന്നെ തുടർച്ചയായി തുടരാനും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും ഷൊർണൂരിൻ്റെ മുഖമൊന്ന് മാറ്റിമറിക്കാൻ എന്നാൽ സാധ്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്യാനും തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഷൊർണൂരിൻ്റെ മണ്ണും മനസ്സും ശങ്കുട്ടിദാസിനൊപ്പം തന്നെയാണെന്ന് പറയാം. അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഷൊർണൂർ എന്നെ കൈവിടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ശങ്കുട്ടി. NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസ് ആയിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റു വിശേഷങ്ങളിലേക്ക്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.